കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ അജീബ് ലബ എൽഐയുടെ നേതൃത്വത്തിൽ ആനപ്പന്തി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മാരക രാസലഹരിമരുന്നായ MDMA-യുമായി കരിക്കോട്ടക്കരി സ്വദേശികളായ പ്രണവ് പ്രഭാതൻ, അബിൻ റോയ് എന്നിവരെ ഇരിട്ടി എക്സൈസ് പിടികൂടി. ഇവരിൽ നിന്നുമായി ആകെ മൊത്തം 1.612 ഗ്രാം MDMA-യും ഇവർ ഓടിച്ചുവന്ന യമഹ R15 KL 27 K 1068 ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഈ പ്രതികൾ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് പരിസരം, അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണികളിൽപ്പെട്ടവരാണ്. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ മറ്റൊരു റെയ്ഡിൽ ഇരിട്ടി മേഖലയിൽ തന്നെ ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയായ ഇരിട്ടി സ്വദേശി ഷമിൽ KS എന്നയാളെ കിളിയന്തര 32 വെച്ച് 1.289 ഗ്രാം MDMA-യുമായി അറസ്റ്റ് ചെയ്തു. മുൻപും ഈ പ്രതി MDMA കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായിരുന്നു. റെയ്ഡുകളിൽ ഇരിട്ടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രജീഷ് കുന്നുമ്മൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷാജി KK, പ്രിവന്റീവ് ഓഫീസർ CM ജെയിംസ്, എക്സൈസ് സൈബർ സെൽ കണ്ണൂർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സനലേഷ് D, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനിൽകുമാർ VK, ഹണി C, സിവിൽ എക്സൈസ് ഓഫീസർ നെൽസൺ T തോമസ്, സന്ദീപ് G, അഖിൽ PG, രാഖിൽ K, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജോർജ് KT എന്നിവർ പങ്കെടുത്തു. ഇന്നലെ ഇരിട്ടി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട പെട്രോൾ വർക്കിനകത്ത് 3 പേരെ MDMA ആയിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനകത്ത് ഒരാളുടെ പേര് അബിൻ റോയ്, പിന്നെ അടുത്ത ആളുടെ പേര് പ്രണവ് പ്രഭാതൻ. പിന്നെ ഇവിടെ ഞാൻ വ്യാപകമായിട്ട് പരാതിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷമൽ KS. ഇയാൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഈ ഷമൽ KSനെതിരെയാണെങ്കിൽ പോലീസിൻ്റെയും എക്സൈസ് IBയുടെയും പ്രധാനപ്പെട്ട പരാതി നിലവിലുള്ള ഒരാളാണ്. അയാളാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതായിട്ടുള്ള വ്യാപകമായ പരാതിയുള്ള ആളാണ് ഈ ഷമൽ KS എന്ന് പറഞ്ഞ ആൾ. മറ്റത് വിദ്യാർത്ഥികളാണ്, പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് മറ്റുള്ള 2 പേര്. അവർ MDMA അവർക്ക് ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് അവരെ നമ്മൾ വാഹന പരിശോധനയ്ക്കാതെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും, വ്യാപകമായ രീതിയിൽ NDPS ഈ രാസലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ കഴിഞ്ഞ മാസം നമ്മൾ 13 കേസുകളാണ് ഈ ഇരിട്ടി റേഞ്ച് ഓഫീസിൽ മാത്രമായിട്ട് നമ്മൾ MDPS കേസ് രജിസ്റ്റർ ചെയ്തത്. ആ MDPS കേസ് രജിസ്റ്റർ ചെയ്തതിനകത്ത് 13 കേസിൽ തന്നെ രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ഈ ഏരിയയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ല രീതിയിൽ ഈ മാരകമായ രാസലഹരി ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും മറ്റുള്ള രീതിയിലും നമ്മൾ അന്വേഷണം നടത്തിയിട്ട് നല്ല രീതിയിൽ വ്യാപകമായിട്ട് മയക്കുമരുന്ന് വിപണനത്തിനെതിരെ നടപടി സ്വീകരിക്കാനാണ് മുകളിൽ നിന്ന് എക്സൈസ് കമ്മീഷണർ ഡയറക്ഷൻ ഉള്ളത്. ആ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച സ്പെഷ്യൽ ഡ്രൈവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചതിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായ രാത്രിയും പകലും വിവിധ സമയങ്ങളിലായിട്ട് നമ്മളെന്ത് ചെയ്യും, റെയ്ഡ് നടത്തി കേസ് കണ്ടെത്താനാണ് നമ്മുടെ തീരുമാനം. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവൻ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.